ഹലോ എല്ലാവർക്കും എയർജവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ടെർബോ മയമാണ്. ടെർബോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ടെർബോയുടെ ലീക്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതേ കണക്ക് റൂമേഴ്സ്, ടെർബോയെ കുറിച്ചിട്ടുള്ള കുറെ റൂമേഴ്സ്, പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് അപ്ഡേറ്റ്സും ചേർന്നിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഫുള്ള് ടെർബോയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും മലയാള സിനിമ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് നമ്മുടെ മമ്മൂക്കയുടെ ഒരു മാസ് എന്റർടൈനർ. തീർച്ചയായിട്ടും അത് മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മലയാളികൾക്ക് പ്രതീക്ഷ ഇരട്ടിക്കും. കാരണം ഇതുവരെ വന്നിട്ടുള്ള ആ ഒരു പ്രൊജക്ട്സ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആയിരുന്നു. മമ്മൂക്കയുടെ കുറെ പരീക്ഷണ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇതുവരെ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ കയ്യിൽ നിന്ന് ഒരു മാസ് എന്റർടൈനർ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു തട്ടുപൊളിപ്പൻ തിയേറ്ററിൽ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാനായിട്ട് അത്തരത്തിലുള്ള ഒരു സംഭവത്തിൽ കുറഞ്ഞൊന്നും പ്രേക്ഷകർ ആഗ്രഹിക്കത്തില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ കൂട്ടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ടെർബോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റെക്കോർഡ് ചെയ്യുന്നത്, അതായത് ടെർബോയുടെ മ്യൂസിക് ടീം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ചെറിയ ഒരു വീഡിയോ. ആ ഒരു വീഡിയോ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഉള്ളായിരുന്നുള്ളെങ്കിലും ആ ഒരു വൈബ് ഒരു ലോക്കൽ സാധനമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഐറ്റം. അതാണിപ്പം മലയാള തിയേറ്ററുകൾക്ക് മലയാള സിനിമയിൽ നിന്ന് ഇപ്പം ഏറ്റവും കൂടുതൽ ആവശ്യം. അത്തരത്തിലുള്ള ഒരു ലോക്കൽ മാസ് ഐറ്റമാണ്. അത് ടെർബോയിൽ നിന്ന് കിട്ടുമെന്ന് ഏകദേശമൊക്കെ ഉറപ്പായി കഴിഞ്ഞു. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുവെക്കാം. കേട്ടില്ലേ? കുറച്ച് സെക്കൻഡുകളെ ഉള്ളെങ്കിൽ ഒരു ലോക്കൽ സാധനം. ഇതിനകത്ത് മമ്മൂക്കയുടെ ആ ഒരു എൻട്രിയും കൂടെയൊക്കെ ഒരു ഗംഭീര സാധനമായിരിക്കും. എന്തായാലും ഒരു തിയേറ്റർ വൈബ് സാധനമായിരിക്കും. തിയേറ്ററിൽ അടിച്ചു പൊളിക്കാനായിട്ടുള്ളൊരു സാധനമായിരിക്കും ടെർബോ. പിന്നെ ലീക്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് മമ്മൂക്ക ഇങ്ങനെ ഫോണും വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും അത് ഷൂട്ടിംഗ് സംഭവമാണ്, പക്ഷെ അത്ര പ്രാധാന്യമുള്ളൊരു സാധനമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അതൊരു നമ്മുടെ ജോസഫ് ചായൻ കോൾ ചെയ്യുന്ന ഒരു സാധനം, നമുക്ക് ഇങ്ങനെ കോളും വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു, അത്രയുള്ള ആ ഒരു വീഡിയോ. ഇപ്പം കറന്റ് ടെർബോ മൂവിയുടെ ഡബിങ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു ഡബിങ് വർക്കുകളെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ടെർബോയുടെ അന്ന് ഷൂട്ടിംഗ് നടന്നപ്പോൾ മുതലേ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. മമ്മൂക്കയുടെ ഒരു കിടുക്കാച്ചി സ്റ്റണ്ട്, ഒപ്പം ലാലേട്ടന്റെ ഒരു പാട്ട്, അതും ഒരു കിടുക്കാച്ചി സാധനമാകും എന്നാണ് ഇപ്പൊ അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു പള്ളിപ്പെരുന്നാളില് ലാലേട്ടന്റെ പാട്ടിട്ടിട്ടുള്ള മമ്മൂക്കയുടെ സ്റ്റണ്ട് എങ്ങനെ ഉണ്ടാവും? അത്തരത്തിലുള്ള കുറെ റൂമേഴ്സ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. എത്രത്തോളം കറക്റ്റ് ആണെന്നൊന്നും അറിയാൻ സാധിക്കത്തില്ല. പക്ഷെ അന്ന് മുതലേ കേൾക്കുന്ന ഒരു ഐറ്റമാണ് ലാലേട്ടന്റെ പാട്ടില് മമ്മൂക്കയുടെ സ്റ്റണ്ട്. അത് നരസിംഹത്തിലെ ആണെന്നും പിന്നെ കരിമേഘക്കെട്ടഴിഞ്ഞ് ആ ഒരു സോങ് ആണെന്നും ഒക്കെ ഉള്ള റൂമേഴ്സ് ഒക്കെ ഉണ്ട്. അതെന്തായാലും ഏത് സോങ് ആണ് നമുക്ക് തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ടിട്ട് എൻജോയ് ചെയ്യാം. എന്തായാലും അതൊരു കിടുക്കാച്ചി സ്റ്റണ്ടായിരിക്കും, കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. രണ്ട് കൂട്ടർക്കും, ലാലേട്ടൻ ഫാൻസിനും മമ്മൂക്ക ഫാൻസിനും ഒക്കെ ഒരു കിടുക്കാച്ചി എക്സ്പീരിയൻസ് ആയിരിക്കും ലാലേട്ടന്റെ പാട്ടിൽ മമ്മൂക്കയുടെ സ്റ്റണ്ട്. എന്തായാലും ഒരു ലോക്കൽ സാധനം തന്നെയാണ് വരാൻ പോകുന്നതെന്ന് ഉറപ്പാണ്. ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ടെർബോയുടെ ടീസർ എന്ന് വരും എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം. ടെർബോ ടീസർ ഏപ്രിൽ 10-ാം തീയതിയോ 11-ാം തീയതിയോ ഈദ് സ്പെഷ്യലായിട്ട് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പൊ അറിയാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈസ്റ്ററിന് അതിനെ പ്ലാൻ ചെയ്തിരുന്ന ടീസർ ആയിരുന്നു. പിന്നീട് മെയ് 9 നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന റിലീസ് ഡേറ്റ് മാറ്റിയതോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നു ആ ഒരു ഈസ്റ്റർ ഡേയിൽ നിന്ന് ഈദിലേക്ക് ടീസറിന്റെ റിലീസ് മാറ്റിയിട്ടുള്ളത് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും 10-ാം തീയതി ടീസർ ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഗംഭീരമായ. എന്തായാലും റിലീസ് ഈദിന് വരുന്നുണ്ടെങ്കിൽ 10-ാം തീയതിയാണ് ഒരു അടിപൊളി ഡേറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 11-ാം തീയതി 2-3 സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആവേശം, വർഷങ്ങൾക്ക് ശേഷം, ജയ് ഗണേഷ്. സോ ആ ഒരു ഓളം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും 10-ാം തീയതി ടെർബോയുടെ ടീസർ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഗംഭീരമായേനെ. അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് മിക്സ് അവിയൽ വരുവായി പോകും. സോ എന്തായാലും ടീസർ ഇതിന് വരാനായിട്ടുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെയാണ് ടെർബോയുടെ റിലീസ് ഡേറ്റ് എന്നാണ് എന്നുള്ള ഡൗട്ട്. മെയ് 9-ാം തീയതി വരുമെന്ന് നേരത്തെ തിയേറ്ററുകാരെയൊക്കെ അറിയിച്ച ഒരു ഫോം നമ്മളെല്ലാവരും കണ്ടിരുന്നു. പക്ഷെ ആ ഡേറ്റ് ഇപ്പം മാറ്റി. മെയ് 9 അല്ല റിലീസ് ഡേറ്റ്. അപ്പോഴത്തേക്കും ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഒന്നും കഴിയത്തില്ല. അതുകൊണ്ട് മെയ് 9 നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ കേൾക്കുന്ന ഡേറ്റ് ജൂൺ 13-ാം തീയതിയാണ്. ഏകദേശം കൺഫേംഡ് ആയി എന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഉത്സവത്തിന് കൊടിയേറ്റമാണ് അവിടെ നടക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബെറോസ്, ലാലേട്ടന്റെ ബെറോസ് മെയ് 16-ാം തീയതിയിൽ നിന്ന് നേരത്തെ തന്നെ ജൂണിലേക്ക് മാറ്റി എന്നുള്ള ന്യൂസുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ ടെർബോയുടെ റിലീസും മെയ് 13-ാം തീയതിയിലേക്ക് മാറ്റിയെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഈ ഡേറ്റിനോട് അടുത്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഡേറ്റിൽ തന്നെ ആയിരിക്കും, ജൂൺ 13 എന്ന ഡേറ്റിൽ തന്നെ ആയിരിക്കും ഈ രണ്ട് പടങ്ങളും പുറത്തിറങ്ങാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ
മലയാളികൾക്ക് ഇതിൽ പരം ഒരു ഉത്സവം ഉണ്ടോ? മമ്മൂക്കയുടെ മോസ്റ്റ് ഹൈപ്ഡ് ആയിട്ടുള്ള ഈ അടുത്ത് വരുന്ന പടം ടെർബോ, അതേ കണക്ക് ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്ത് നായകനായിട്ട് വരുന്ന ഒരു ഫാന്റസി ബിഗ് ബഡ്ജറ്റ് പടം ബെറോസ്, ഈ രണ്ട് പടങ്ങളും കൂടി ക്ലാഷ് വന്നാൽ മലയാളത്തിന് അന്നൊരു ഉത്സവം തന്നെ ആയിരിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പൊ തെളിഞ്ഞു വരികയാണ്. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ പൊളിച്ചടിക്കും. മഴയൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു. ജൂൺ 13 എന്തായാലും ആവട്ടെ, എന്തായാലും നമ്മൾ പൊളിക്കും.